ബിഗ് ബോസ് സീസൺ 6 നമ്മുടെ നോറയും അഭിഷേകുമാണ് ഇപ്രാവശ്യം ജയിലിൽ പോയത്. ജയിലിൽ പലരും പോയിട്ടുണ്ട്, നമ്മൾ പലതും കണ്ടിട്ടുണ്ട്, അരിയാട്ടും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോരോ പരിപാടികൾ അവർ ചെയ്യുന്നു, അവർക്ക് ശിക്ഷ കൊടുക്കുന്നതാണ്. അങ്ങനെ ജയിലിൽ കിടക്കുന്നു, രാവിലെ ഇറക്കി വിടുന്നു, അതൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുക. പക്ഷേ ഈ പ്രാവശ്യം അഭിഷേകും നമ്മൾ നന്ദനയും ജിൻഡോയും അൻഫിബയും ഋഷിയും കൂടെ ചേർന്ന് ഒരു കിടിലം ഐറ്റമാണ് ഇന്ന് ജയിലിൽ വെച്ച് കാണിച്ചിരിക്കുന്നത്. കാര്യം അഭിഷേക് ജയിലിൽ കിടന്നപ്പം കിട്ടിയ ഒരു ഇത് തോട്ടായിരിക്കും ഇവർക്ക് എന്ന് തോന്നുന്നു. കാരണം അഭിഷേക് ജയിലിൽ കിടക്കുന്നു, അപ്പം ജയിലിൽ കിടക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് സമ്മർ ഇൻ ബേദലഹേം എന്ന് പറഞ്ഞ ചിത്രത്തിലെ നിരഞ്ജൻ്റെ കഥാപാത്രം ഓർമ്മ വരുന്നല്ലേ. ആ നിരഞ്ജൻ്റെ കഥാപാത്രം ലാസ്റ്റ് നമ്മുടെ അഭിരാമിയല്ലേ, മഞ്ജു വാര്യരുടെ കഥാപാത്രവും ഡെന്നിഫായ സുരേഷ് ഗോപിയുടെ കഥാപാത്രങ്ങളും ചെന്ന് കാണുന്നതും തൂക്കിക്കൊല്ലാൻ വിധിച്ച നിരഞ്ജനോട് കല്യാണം കഴിക്കണമെന്ന് മഞ്ജു വാര്യർ ആവശ്യപ്പെടുന്നതൊക്കെയാണ് ആ പടത്തിൻ്റെ പ്രമേയം. എനിക്ക് തോന്നുന്നു സമ്മർ ഇൻ ബേദലഹേം എന്ന് കഴിയുമ്പോൾ ആ ലാസ്റ്റ് രംഗമാണ് 5 മിനിറ്റ് കൊണ്ട് നിരഞ്ജൻ എന്ന കഥാപാത്രം നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ടവനായി മാറുന്നു. ലാലേട്ടൻ്റെ അഭിനയത്തിൻ്റെ വേറെ തലം കണ്ടെത്തിയ ഒരു കഥാപാത്രമാണ് നിരഞ്ജൻ. അപ്പം അവിടെ ഇവർ റീക്രിയേറ്റ് ചെയ്യുകയാണ് ആ ചിത്രത്തിൻ്റെ ആ രംഗം. എനിക്ക് വളരെ നന്നായി തന്നെ നന്ദനെ അഭിഷേക് അത് കൈകാര്യം ചെയ്തു. കാര്യം അന്നത്തെ പടത്തിനകത്തെ ഡയലോഗുകൾ കൃത്യമായോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇവർ പറഞ്ഞു പോയത്. ഒരു നിർത്തുമില്ലാതെ ഈ സിനിമയിലെ രംഗങ്ങൾ ഇവർ ഡയറക്റ്റ് ചെയ്യുകയും അൻഫിബൈന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുന്നത് വളരെ നന്നായിട്ടുണ്ട്. ഡെന്നിഫായിട്ട് നമ്മൾ ജിൻഡു ആയിരുന്നു, അഭിഷേക് നിരഞ്ജനും മഞ്ജു വാര്യരായിട്ട് നന്ദനയും വന്നു. അടിപൊളി പൊളിച്ചു എന്ന് തന്നെ പറയാം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അൻഫിബ, ഋഷി, നന്ദന, നമ്മുടെ ജിൻഡോ, അഭിഷേക് എല്ലാം ആണ്. വളരെയധികം പൊളിച്ചു. ഏഷ്യാനെറ്റ് അതിൻ്റെ പ്രൊമോ ഇറക്കിയിട്ടുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു വശത്ത് നമ്മുടെ നോറ ഇരിക്കുന്നതും ഈ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്.